സമീപ വർഷങ്ങളിൽ എങ്ങുമില്ലാത്ത വിധം റെക്കോർഡ് വില വർധനവാണ് കേരളത്തിൽ 2024 സ്വർണ്ണവിലയിലുണ്ടായത്. രാജ്യാന്തര വിപണിയിലെ വിലക്കയറ്റത്തിന്റെ പ്രതിഫലനമായിരുന്നു സംസ്ഥാനത്തുണ്ടായത്. സ്വർണത്തിന്റെ ഇറക്കുമതി താരിഫ് 6% കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ല എങ്കിൽ വില ഇതിലും വലിയ ഉയരങ്ങൾ താണ്ടിയേനേമെന്ന വിലയിരുത്തലുകളും ശക്തമാണ്. പവന് 46,840 രൂപയെന്ന നിലയിലാണ് ഈ വർഷം ജനുവരി 1-ന് വിപണി ആരംഭിച്ചത്. 2-ാം തീയതി രേഖപ്പെടുത്തിയ 47,000 രൂപ ആദ്യ മാസത്തിലെ ഏറ്റവും ഉയർന്ന തുകയായപ്പോൾ 2-ാം തീയതിക്ക് ശേഷം സ്വർണ്ണവിലയിൽ തുടർച്ചയായി ഇടിവ് രേഖപ്പെടുത്തി. ഒരു ഘട്ടത്തിൽ 46,120 രൂപ വരെ എത്തിയ വില മാസാവസാനം എത്തി നിന്നത് 46,400 രൂപയിലാണ്. ഫെബ്രുവരി മാസത്തിലാണ് സ്വർണ്ണവില ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന വിലയിലേക്ക് എത്തിയത്. 15-ാം തീയതി രേഖപ്പെടുത്തിയ 45,520 രൂപയാണ് 2024 സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക്. ഇതിനുശേഷമാണ് സ്വർണ്ണവില പിടിവിട്ട രീതിയിൽ മുന്നോട്ട് കുതിക്കാൻ തുടങ്ങിയത്. മാർച്ച് 29-നാണ് സംസ്ഥാന സ്വർണ്ണവില ആദ്യമായി പവന് 50,000 കടക്കുന്നത്. വീണ്ടും റെക്കോർഡുകൾ തിരുത്തി മുന്നേറിയ വില സെപ്റ്റംബറിൽ 16-ന് 55 കടന്നു. ഒക്ടോബർ മാസം പല ഘട്ടങ്ങളിലായി റെക്കോർഡുകൾ തിരുത്തി സ്വർണം ഒടുവിൽ 31-ാം തീയതി പവന് 59,640 രൂപയിലേക്ക് എത്തി. സംസ്ഥാന ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത്. ഇതിൽ നിന്നും തിരിച്ചറിഞ്ഞ സ്വർണം പവൻ 56,320 രൂപ എന്ന നിരക്കിലാണ് വെള്ളിയാഴ്ച വിൽപ്പന നടന്നത്. ജനുവരി 1-ലെയും ഒക്ടോബറിലെ ഏറ്റവും ഉയർന്ന വിലയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ വിലയിലെ വ്യത്യാസം 12,800 രൂപയാണ്. വർഷത്തിലെ താഴ്ന്ന വിലയിലുമായിട്ടാണ് താരതമ്യമെങ്കിൽ വ്യത്യാസം 14,120 രൂപയുടേതാണ്. അതായത് ജനുവരി 1-ന് വാങ്ങിയ ഒരു പവൻ സ്വർണം ഒക്ടോബർ 31-ന് വിൽക്കുകയാണെങ്കിൽ 14,000 രൂപയോളമാണ് ലാഭം. സംഘർഷം നിറഞ്ഞ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് സ്വർണ്ണവില വർധനവിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. സാമ്പത്തിക രംഗം ഭീഷണി നേരിടുന്നുവെന്ന ഘട്ടത്തിൽ നിക്ഷേപകർ വലിയ തോതിൽ സ്വർണത്തിലേക്ക് തിരിയും. ഡിമാൻഡ് ഉയരുന്നതോടെ സ്വാഭാവികമായും വിലയും ഉയരും. വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടിയ കേന്ദ്ര ബാങ്കുകളുടെ നടപടിയും വർഷത്തിന്റെ അവസാനത്തിലെ കുതിപ്പിന് കാരണമായി. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയതോടെ സ്വർണ്ണവിലയിൽ വൻ ഇടിവ് നേരിട്ടു. നവംബർ 1-ന് ഗ്രാമിന് 7,370 രൂപയായിരുന്ന സ്വർണ്ണവില അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്രാമിന് 6,935 എന്ന ആ മാസത്തെ ഏറ്റവും കുറഞ്ഞ വിലയിലേക്ക് പോകുന്നതാണ് കണ്ടത്. ഡിസംബറിന്റെ പകുതിയോടെ സ്വർണ്ണവില കൂടുന്നതാണ് കാണാൻ സാധിച്ചത്. US സെൻട്രൽ ബാങ്ക് പലിശ നിരക്കിൽ 25 ബേസിക് പോയിന്റിന്റെ കുറവ് വരുത്താൻ തീരുമാനിച്ചതാണ് വിലയെ സ്വാധീനിച്ചത്. ഡിസംബർ പലിശ നിരക്കിൽ 25 ബേസിക് പോയിന്റിന്റെ കുറവ് വരുത്താനാണ് US സെൻട്രൽ ബാങ്ക് തീരുമാനിച്ചത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് ശേഷം ട്രംപിന്റെ സാമ്പത്തിക വിദേശ നയങ്ങൾ, ഭൗമ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാമാണ് സ്വർണ്ണവില കുറയുന്നതിന് കാരണമായത്. 2025-ലും സ്വർണം മുന്നോട്ട് തന്നെ കുതിക്കാനാണ് സാധ്യത. എന്നാൽ അത് 2024-ലേതുപോലെ അത്ര ശക്തമായിരിക്കില്ലെന്നും വിലയിരുത്തപ്പെടുന്നു. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്ന നിലപാടുകളായിരിക്കും വരാനിരിക്കുന്ന വർഷത്തിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം.